ചരിത്രമുറങ്ങുന്ന വിശുദ്ധ നാടിലേക്ക് ഒരു യാത്ര. യേശു കർത്താവ് ജനിച്ച ബെത്ലഹേം, യേശു കർത്താവ് വളർന്നതായ നസറേത്ത്, അവന് ശുശ്രൂഷിച്ചതായ ഗലീലിയ, അവനെ ക്രൂശിച്ചതായ ഗൊൽഗോഥ, യേശു കർത്താവ് നടന്നതായ അത് യെരുശലേമിന്റെ തെരുവുകൾ എന്നു തുടങ്ങി ജീവനുള്ളത് പോലെ തോന്നുന്നതായ, ജീവിക്കുന്ന ദൈവത്തിന്റെ വിലയേറിയ പ്രവൃത്തി വെളിപ്പെട്ടതായ വിശുദ്ധ നാടിലേക്ക് കുടുംബമായി കടന്നുവന്ന് പങ്കെടുക്കുവാൻ ടോർച്ച് ഓഫ് ട്രൂത്ത് ഒക്ടോബർ 31 മുതൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യാത്ര ക്രമീകരിച്ചിരിക്കുന്നു. വരുവാൻ താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ ടോർച്ച് ഓഫ് ട്രൂത്ത് ഓഫീസുമായി ബന്ധപ്പെടുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്ന നാൾ വരെയും ഇത് മറക്കുവാൻ കഴിയാത്തതായ ഒരു അനുഭവമായി തീരും എന്നതിന് സംശയം ഇല്ല. ഇസ്രായേൽ, ജോർദാൻ, ഈജിപ്ത്, പാലസ്തീൻ എന്നീ 4 രാജ്യങ്ങളടങ്ങിയ 10 ദിവസത്തെ യാത്ര ഒക്ടോബർ 31 മുതൽ നവംബർ 9 വരെ. കഴിവതും വേഗം ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 6543, ട്രിവാൻഡ്രം 25. ഫോൺ 2725272 2725273. ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവൻ. എന്നെ വിളിച്ചുപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്തതും മഹത്തായതുമായ അഗോചര കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും എന്നും കർത്താവ് തിരുവചനത്തിലൂടെ തൻ്റെ കുഞ്ഞുങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നു. നമ്മുടെ ദൈവം പ്രാർത്ഥന കേട്ട് മിണ്ടാതിരിക്കുന്നവനല്ല. അവൻ പ്രാർത്ഥന കേട്ട് അത്ഭുതങ്ങളെ ഇന്നും പ്രവർത്തിക്കുന്നു. ഈ ദിവസത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രശസ്തമായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുവാൻ പോകുകയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ നിങ്ങൾക്കായി വായിക്കട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ താഴോട്ട്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് അല്ലോ. പ്രശസ്തമായ ക്രൈസ്തവ സഭ മിക്കവാറും ഞായറാഴ്ചകളിൽ പള്ളികളിൽ ഏറ്റുപറയുന്നതായ ഒരു പ്രാർത്ഥന അത്രേ. ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ പ്രാർത്ഥന. യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഒരു ദിവസം ശിഷ്യന്മാർ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ഒരുപക്ഷെ എന്തായിരിക്കും അവരെ ഇത് ഇങ്ങനെ പറയുവാൻ പ്രേരിപ്പിച്ചത്? യേശു കർത്താവിന്റെ പരസ്യശുശ്രൂഷ വേള നോക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, നന്നായി ഇരുട്ടുള്ളപ്പോൾ അവൻ പോയി പ്രാർത്ഥിച്ചു, അവൻ തനിയെ പോയി പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ കഴിച്ചു എന്നൊക്കെ ആവർത്തിച്ച് യേശു പ്രാർത്ഥിച്ചു, യേശു പ്രാർത്ഥിച്ചു, യേശു പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവൻ എങ്ങനെ പ്രാർത്ഥിച്ചു? വേദപുസ്തകം പറയുന്നു, എബ്രായർ 5:7 വായിക്കുമ്പോൾ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ തൻ്റെ ഐഹിക ജീവിതകാലത്ത് യേശു തൻ്റെ പ്രാർത്ഥന കഴിച്ചു പോലും. യേശു കർത്താവ് അന്ന് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചുവെങ്കിൽ അന്ന് മാത്രമല്ല അവൻ പ്രാർത്ഥിച്ചത്. 1 തിമോഥെയോസ് 2:5 പറയുന്നു, പുതിയ നിയമസഭയിലെ ഏക മധ്യസ്ഥനാകുന്ന കർത്താവായ യേശു എന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇന്നും
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥന ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്നത് അത്രേ. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതോ കാണാതെ പഠിച്ചു പറയുന്നതായ കാര്യം അല്ല. ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല പ്രാർത്ഥന, പ്രത്യുത ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് പ്രാർത്ഥന. ഞാൻ വ്യക്തമാക്കട്ടെ, തകർന്ന ഹൃദയത്തിൽ നിന്ന് മനുഷ്യനെ കാണുവാൻ കഴിയാത്ത, മനുഷ്യനോട് പറവാൻ കഴിയാത്ത സ്തോത്രം, അതേ വേദനകളെ നിന്റെ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് പറയുന്നതൊരു പേരത്രേ പ്രാർത്ഥന. 62 സങ്കീർത്തനം 8 വാക്യം, 142 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. ഹൃദയം ദൈവത്തിന്റെ മുൻപിൽ പകരുന്നതത്രേ പ്രാർത്ഥന. ആരോട് പറവാൻ കഴിയാത്തത്, ആര് കേൾക്കുമെന്ന് ചിന്തിക്കുന്നത്, ആര് കേട്ടിട്ട് ഒരു പ്രയോജനമില്ലെന്ന് പറയുന്നത്, ദൈവത്തിന് മുൻപിൽ പറയുന്നതിന്റെ പേരത്രേ പ്രാർത്ഥന. പ്രാർത്ഥന പകുതി ജയമല്ല തരുന്നത്, പ്രാർത്ഥന പൂർണ്ണ ജയമത്രേ തരുന്നത്. 1996 നവംബർ മാസം 6-ാം തീയതി ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസമത്രേ. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നെ നോക്കി ഇപ്രകാരം പറഞ്ഞു: നിന്റെ ഭാര്യയെ ഇപ്പോൾ ഇതാ പ്രസവ റൂമിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു, പക്ഷേ അമ്മയും കുഞ്ഞും ഏത് നിമിഷം മരിക്കുവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ 1ാമത്തെ കുട്ടിയെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതായ സമയമത്രേ, പ്രതീക്ഷിക്കുന്ന സമയമത്രേ. ഡോക്ടർ വന്ന് പറയുന്നു, അമ്മയും കുഞ്ഞും ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകും. ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ ഇന്നും ഓർക്കുന്നു, ഈ ദിവസം എന്നതുപോലെ വളരെ വ്യക്തമായി ഞാൻ ഓർക്കുന്നു. ആ വൃക്ഷത്തിന് കീഴിൽ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂർ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മൽപ്പിടുത്തം തന്നെ ആയിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം പ്രാർത്ഥന കേട്ട് അനങ്ങാതിരിക്കത്തില്ല. ദൈവം പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുന്നവൻ അത്രേ. ആ ദിവസം പ്രാർത്ഥിച്ച് ഏകദേശം 2-2.5 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതേ ഡോക്ടർ ഇറങ്ങി വന്നു പറയുന്നു, സ്തോത്രം, ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഓപ്പറേഷൻ നടന്നിട്ടിരിക്കുമ്പോൾ ബ്രെയിൻ ഹെമറേജ് നിന്റെ ഭാര്യയ്ക്ക് വരാമായിരുന്നു, ഹാർട്ട് അറ്റാക്ക് വരാമായിരുന്നു. കാര്യമെന്ത്? അവൾക്ക് 3 പ്രാവശ്യം ഫിറ്റ്സ് ഉണ്ടായി 3 പ്രാവശ്യം. എന്നാൽ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയില്ല. അമ്മയും കുഞ്ഞും നോർമലായിരിക്കുന്നു. സ്തോത്രം. ആ മേജർ സർജറിയിലൂടെ ആ കുഞ്ഞിനെ പുറത്തെടുത്തു പോയെങ്കിലും ദൈവകൃപയാൽ സ്തോത്രം, അമ്മയും കുഞ്ഞും നോർമലായിരിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ട് ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയനെ, അഭിപ്രായങ്ങളെ മാറ്റുന്നവൻ അത്രേ. നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും ചോദ്യചിഹ്നം ഈ ദിവസത്തിൽ ഉണ്ട് എങ്കിൽ മരിക്കാൻ പോകുന്നതിനെ ജീവിപ്പിച്ച് തിരികെ നൽകുന്നവനായ ദൈവം, നഷ്ടത്തിന്റെ കൂമ്പാരങ്ങളെ ചിതറിപ്പിച്ച് ലാഭത്തിന്മേൽ ലാഭത്തെ നൽകുന്നവനായ ദൈവം, പകുതിയല്ല സമ്പൂർണമായി പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നമുക്കായി ജീവിക്കുന്നു. യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്നതായ ശിഷ്യന്മാരെ അവൻ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. നിങ്ങൾ കേട്ടോ, ഫണ്ട്റൈസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചില്ല. ജനത്തെ എങ്ങനെ പോളിഷ് ചെയ്ത് പിടിച്ചു നിർത്തണം എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചില്ല. പക്ഷേ അവരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചുവെങ്കിൽ നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥന പകുതി ജയമല്ല തരുന്നത്, പ്രാർത്ഥന പൂർണ്ണ ജയമത്രേ തരുന്നത്. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം വേദപുസ്തകം പറയുന്നു, അതിന്റെ 21-ാം വാക്യത്തിൽ, ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ മഹാസമുദ്രം പോലെ വലിയൊരു സൈന്യത്തെ കൊണ്ടുവന്നിട്ടിട്ട് ആ സൈന്യത്തിന്റെ അഹങ്കാരത്താൽ, ആ സൈന്യ ബലത്തിന്റെ അഹങ്കാരത്താൽ സെൻഖരീബ് എന്ന് പറയുന്ന ഒരു ജാതിയത്തെ രാജാവ് അവനെ നിന്ദിക്കുവാൻ തുടങ്ങി. ഈ ദിവസത്തിലും മഹാസമുദ്രം പോലെ ശത്രുവിന്റെ ഏതെങ്കിലും ഭീഷണികൾ നിന്റെ നേരെ കടന്നു വന്ന് ശത്രുവിനെ നിന്ദിക്കുന്നുവെങ്കിൽ ഹിസ്കിയാവ് ചെയ്തതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നീയും പ്രാർത്ഥിക്കുക. ഹിസ്കിയാവ് ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം തന്റെ ദൂതനെ ആ ശത്രുവിന്റെ പാളയത്തിലേക്ക് അയച്ചു. ദൂതൻ അന്ന് കടന്നുപോയി 1,85,000 ശത്രുവിന്റെ സൈന്യത്തെ വെട്ടിനിരത്തി. 1,85,000 ശത്രു സൈന്യത്തെ ദൂതൻ പോയി തകർത്തുകിട്ട് സ്തോത്രം. ആ ദിവസത്തിൽ ദൈവകൃപയാൽ ഹിസ്കിയാവിന് ജയത്തിന്മേൽ ജയം നൽകി. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോൾ ശത്രുപാളയത്തിൽ ഇന്നും ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ശത്രുക്കളാൽ നിറഞ്ഞിരിക്കുന്നു, പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്നു, നിന്ന് കേട്ട് മടുത്തിരിക്കുന്നു. മറ്റുള്ളവർ നിന്നെ പരിഹസിച്ച് ഈ ദിവസത്തിൽ നിന്നെ തകർത്ത് കളയുമെന്നുള്ള ഭീഷണികൾ നീ ആയിരിക്കുന്നു. പ്രാർത്ഥിക്ക്. നിശ്ചയമായി അന്നിറങ്ങിയ ദൂതൻ ഇന്നും നിനക്ക് വേണ്ടി ഇറങ്ങി വരുമാറാകട്ടെ. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു. വേദപുസ്തകം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 12:5 സഭ അറിഞ്ഞതായ ഏറ്റവും വലിയ പ്രശസ്തമായ പ്രാർത്ഥന. വേദപുസ്തകം പറയുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ സഭയെ വിളിച്ചു ചോദിക്കുക, ഹേ യെരൂശലേം സഭയെ, എന്തുകൊണ്ടാണ് സാധാരണ രീതിയിൽ നീ പ്രാർത്ഥിക്കാതെ അവരെ അനുഗ്രഹിക്കും, ഇവരെ സഹായിക്കും എന്നുള്ള പ്രൊഫഷണൽ പ്രാർത്ഥന കൊടുക്കാതെ ശ്രദ്ധയോടെ നീ പ്രാർത്ഥിച്ച കാര്യം എന്താണ്? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് എന്തെന്ന് ചോദിച്ചാൽ സഭ പറയും, ഈ യാക്കോബ് ഇതാ നഷ്ടപ്പെട്ടു. ഈ യാക്കോബ് നഷ്ടപ്പെട്ട് യാക്കോബിനെ ഇതാ ഹെരോദാവ് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു.
യാക്കോബിന്റെ നഷ്ടം കണ്ടു. ഇപ്പോഴത്തെ പത്രോസിനെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നു. യാക്കോബ് നഷ്ടപ്പെട്ടതുപോലെ പത്രോസും നഷ്ടപ്പെടുവാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഒരു കാരണവശാലും ഹെരോദാവിനെ പത്രോസും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞ് സഭയിത ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്, നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ ചങ്ങലയിൽ പത്രോസിനെ പോലെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ക്രമത്തിലായിരിക്കുന്നുവെങ്കിൽ ഇടം വലം നോക്കരുത്, സാഹചര്യത്തിന് ചെവി കൊടുക്കരുത്. ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്ക്, വിശ്വസിക്ക്. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നുണ്ട്. ദൂതൻ ഇറങ്ങി പത്രോസിനെ വിടുവിച്ചു. സ്തോത്രം. ദൂതൻ ഇറങ്ങി പത്രോസിനെ കാരാഗൃഹത്തിന് വിടുവിച്ചു എന്ന് മാത്രമല്ല, പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിൽ ഇട്ടതായ ഹെരോദാവിനെ സ്തോത്രം ആ ദൂതൻ കൊന്നുകളഞ്ഞു. പ്രാർത്ഥന തരുന്നത് പകുതി ചെയ്യാമല്ല, പ്രാർത്ഥന തരുന്നത് പൂർണ്ണ ചെയ്യാമത്രേ. തന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോട് യേശു കർത്താവ് ഇതാ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. എന്തായിരുന്നു ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ സ്തോത്രം വാചകം നോക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥനയുടെ ആരംഭം ഇപ്രകാരം അത്രേ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ സംബോധന ചെയ്യുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. ഒരു മന്ത്രിയുടെ അടുക്കൽ, ഒരു പ്രധാനമന്ത്രിയുടെ അടുക്കൽ, ഒരു പ്രസിഡന്റിന്റെ അടുക്കൽ എനിക്ക് അത് ചെയ്തതാ, എനിക്കിത് ചെയ്തതാ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ഏതോ ഓഫീസ് ടൈം നോക്കിയിട്ടല്ല, 24 മണിക്കൂർ ആഴ്ചയിലെ 7 ദിവസത്തിന് 365 ദിവസവും സമയഭേദമന്യേ കടന്നുപോയി അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്. പിതാവ്, ദൈവം പിതാവ് എന്ന് പറയുമ്പോൾ ചിലർ നെറ്റി ചുളിക്കുന്നുണ്ടായിരിക്കും. പിതാവ് എന്ന് ചില സമയത്ത് ദൈവത്തെ ബോധപൂർവം ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് വിളിക്കുവാൻ ചിലർക്ക് സങ്കോചം ഉണ്ടായിരിക്കുകയാണ്. കാരണം പിതാവ് എന്ന് പറയുന്നതായ ചിത്രം നിന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് വികലമായതായിരിക്കാം, ബ്ലേഡ് ആയിരിക്കാം, നല്ല ഒരു ചിത്രം ആയിരിക്കണമെന്നില്ല. കാരണം സ്തോത്രം, നിനക്ക് നീ കണ്ടതായ പിതാവ് അമ്മയെ തല്ലുന്ന പിതാവ്, ചീത്ത പറയുന്ന പിതാവ്, ശപിക്കുന്നതായ പിതാവ്, തള്ളിക്കളയുന്ന പിതാവ്, കാരണമില്ലാതെ അടിക്കുന്നതായ ഒരു പിതാവിനെ ആയിരിക്കാം നീ കണ്ടത്. എന്നാൽ സ്തോത്രം, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അപ്രകാരം അല്ല. നിന്റെ വീട്ടിൽ നിന്റെ അപ്പൻ നിന്നെ ശപിച്ചു കാണും, നിന്റെ അപ്പൻ നിന്നെ അനാവശ്യമായി വഴക്ക് പറഞ്ഞു കാണും, നിന്റെ അപ്പൻ നിന്നെ വേർബലിക്കും, അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ മുറിവേൽപ്പിച്ചതായിരിക്കും. നിന്റെ കുടുംബത്തിൽ നിന്റെ അപ്പൻ വരുമ്പോൾ, ചില ഭവനങ്ങളിൽ അതേ പിതാവ് വരുമ്പോൾ ഭൂതം സ്തോത്രം സാത്താൻ വീടുകളിലേക്ക് കയറി വരുന്നത് പോലെയായിരിക്കാം. എന്നാൽ ധൈര്യമായിരിക്കും, നമുക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. അത് നീ കണ്ട പിതാവിനെ പോലെ അല്ല. അവൻ എപ്രകാരമാണ്? ഉൽപ്പത്തി പുസ്തകം 17:1 ഈ പ്രകാരം പറയുന്നു, അവൻ സർവശക്തൻ. ഗ്രീക്ക് ബൈബിൾ പറയുന്നു എൽ ഷഡായ്. എന്താ ആ പിതാവിന്റെ പ്രത്യേകത? എൽ ഷഡായ് എന്ന വാക്കിന് 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഒരു വശത്ത് ഹി ഈസ് എ സ്ട്രോങ് പേഴ്സൺ, അവൻ വളരെ ശക്തിയുള്ളതായ ഒരു വ്യക്തി, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. അതാണ് എൽ ഷഡായ് ഒരു വശത്ത്. മറുവശത്ത് അവൻ എപ്രകാരമായിരിക്കുന്നു? മറുവശത്ത് അവൻ മനസ്സിലോനായിരിക്കുന്നു. ഒരു ദിവസം സ്തോത്രം ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുവാൻ ഇടയായി. വർഷങ്ങൾക്കും അദ്ദേഹത്തെ കാണുമ്പോൾ ഭയങ്കര ആദരവായിരുന്നു, വളരെ 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 താഴ്മയുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നെ കണ്ടപ്പോൾ അല്പം തലക്കനത്തോടെ കണ്ടു, ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അവസാനം പുള്ളി ഇപ്രകാരം പറഞ്ഞു, അറിഞ്ഞില്ലേ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി? അറിഞ്ഞില്ലേ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അതോ ചില വർഷങ്ങൾക്ക് വേണ്ടി മാത്രം സ്തോത്രം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ അവന്റെ തലക്കനം കൂടി. കേൾക്കണമേ, ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയപ്പോൾ ഇത്ര തലക്കനം. പക്ഷേ സർവശക്തിയുള്ള ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം എന്നാൽ ചെയ്ത ഒരു മഹാദൈവം, വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അവന്റെ ഹൃദയം അഹങ്കാരത്തിലല്ല നിറഞ്ഞിരിക്കുന്നത്, മനസ്സലിവിൽ നിറഞ്ഞിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, മുലയൂട്ടുന്ന ഒരു അമ്മയുടെ ഹൃദയം പോലെ ആദരവുള്ള മനസ്സിലുള്ള ഒരു ഹൃദയത്തോടെ ഇരിക്കുന്നവനത്രേ എൽ ഷഡായ്. അങ്ങനെ ഒരു ദൈവം ഒരപ്പനായി നിനക്ക് സ്വർഗത്തിലുണ്ട്. വേദപുസ്തകം പറയുന്നു, ദൈവം നമ്മുടെ പിതാവ്.